തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ സ്ഥലമുടമയെ പ്രതി ചേർക്കും. നരഹത്യാക്കുറ്റം ചുമത്തിയേക്കും. മരണകാരണം വൈദ്യുതി ആഘാതമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെയാണ് പോലീസിന്റെ നീക്കം. തന്റെ ഭൂമിയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടില്ല എന്നാണ് സ്ഥലമുടമ സുശീലന്റെ പ്രതികരണം. ഞാൻ ഇത് ഒരു വിവരവും ഞാൻ അറിയണില്ല. ഞാൻ 1:30 മണിയായി ഞാൻ ചെന്ന് കിടന്നിനൊക്കെ. ഞാൻ ഇന്ന് നേരം വെളുത്ത് 5:30 മണിക്ക് മെമ്പർ വിളിച്ചാണ് ഞാൻ അറിയണത്. ഞാൻ ഇവിടെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് എന്നോട് ഇതേപോലെയാണ് ചോദിക്കുന്നത്. അല്ലാതെ ഞാൻ എന്തെന്ന് പറയാൻ, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ ആരെങ്കിലും വെച്ച് ഇനി മഞ്ഞപ്പിടിപ്പുകാർ ആരെങ്കിലും വന്ന് വെച്ചിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് ഞാൻ അറിയണില്ലല്ലോ. നമ്മൾ ഉറക്കമായതിനു ശേഷം പിന്നെ ആരെങ്കിലും വന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. AV ജയശങ്കറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ജയശങ്കർ, സ്ഥലമുടമ പറയുന്നു താൻ അത്തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല, വൈദ്യുതി വേലി അതുമായി തനിക്ക് ബന്ധമില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്തൊക്കെയാണ് ഇനി ഇക്കാര്യത്തിൽ തെളിയേണ്ടത് ജയശങ്കർ? ഉന്മേഷ, ഏറ്റവും ഒടുവിൽ വന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഈ അരുണിന്റെ മരണം എന്ന് പറയുന്നത് വൈദ്യുതി ആഘാതമേറ്റാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ സ്ഥലം ഉടമയ്ക്കെതിരെ പോലീസ് നരഹത്യ കുറ്റം ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വെഞ്ഞാറമൂട് പോലീസ് തുടരുകയാണ്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും ഇയാൾക്കെതിരെ നരഹത്യ കുറ്റം ചുമത്തുക. കഴിഞ്ഞ ദിവസം പോലീസ് പ്രദേശത്തെത്തി പരിശോധന നടത്തിയിരുന്നു. KCBയും പരിശോധന നടത്തിയിരുന്നു. ഈ ഘട്ടത്തിലൊന്നും ഇത്തരത്തിൽ ഈ കമ്പിവേലിയിലേക്ക് വൈദ്യുതി ബന്ധം സ്ഥാപിച്ചതിൻ്റെ തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വൈദ്യുതി ഉപയോഗിച്ചു എന്ന കാര്യം ശാസ്ത്രീയമായി പരിശോധിക്കാനാണ് KCBയുടെ തീരുമാനം. ഇത് ബന്ധപ്പെട്ട പരിശോധനകൾ KCBയുടെ തലത്തിൽ നിന്ന് തുടരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഉടമയ്ക്കെതിരെ നരഹത്യ കുറ്റം ചുമത്താനാണ് പോലീസും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. കഴിഞ്ഞ ദിവസം ഇയാളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിച്ചിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി ഈ കാര്യത്തിന് പ്രസക്തിയില്ലാതായി. നിലവിൽ എന്തായാലും മരണകാരണം വൈദ്യുതി ആഘാതം തന്നെയാണ്. അതെന്തായാലും സ്ഥലമുടമയിലേക്ക് തന്നെയാണ് എത്തുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും സ്ഥലമുടമ ഇത്തരത്തിൽ കമ്പിവേലിയിൽ വൈദ്യുതി സ്ഥാപിച്ചു എന്ന കാര്യം സമ്മതിക്കുന്നില്ല. ഇദ്ദേഹം ഈ വിഷയം നിഷേധിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട KCBയും ഒപ്പം പോലീസും വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്തായാലും കോടതിയിലെത്തുമ്പോൾ ശാസ്ത്രീയമായ തെളിവുകളാണ്. ജയശങ്കറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.